രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിന്റെ രാധയുടെ പ്രണയത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. രാധയുടെ പ്രണയം ഇന്ന് 164-ാമത്തെ എപ്പിസോഡിലേക്ക് രാധാറാണിയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രം കയറുകയാണ്. രാധാറാണിയുടെ കൃപ എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ടതാണ്. അപ്പോൾ ഓർമ്മിക്കുക, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിയാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിച്ചിരിക്കും? നാരായണീയത്തിൻ്റെ ക്ലാസ് ലഭിച്ചിരിക്കും. അത് കേൾക്കണം, എന്നും ചൊല്ലണം. ചൊവ്വാഴ്ച 12 മണിക്ക് രാധയുടെ പ്രണയം ഉടൻ വരുന്നു. ബുധനാഴ്ച 12 മണിക്ക് ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്, അതുപോലെ തന്നെ വ്യാഴാഴ്ച 12 മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ്, വെള്ളിയാഴ്ച 12 മണിയാകുമ്പോൾ സൗന്ദര്യ ലഹരി, ശിവഭഗവാൻ എഴുതിയ സൗന്ദര്യ ലഹരിയുടെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ കേൾക്കാം. പിന്നെ ചിലർ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ കൊല്ലത്താണ്. നിങ്ങൾ നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ദൂരെയുള്ളവർക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരും എന്നതാണ് എൻ്റെ രീതി. അതുകൂടാതെ പിന്നെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നിങ്ങൾ കേൾക്കുക. ജ്യോതിഷപരമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999. അതിലേക്ക് വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും നിങ്ങൾക്ക്. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അഷ്ടാവക്ര ഗീതയുണ്ട്. ഒരു ഹിന്ദു അത് കേൾക്കാതെ മരിക്കരുത്. അതുപോലെ തന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ക്ഷേത്രങ്ങളെ കുറിച്ചുണ്ട്. കൃഷ്ണൻ്റെ പുനരവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. അതുകൂടാതെ തന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. ഭക്തമീരയുടെ കഥകളുണ്ട്. ആ ഷോർട്ട് വീഡിയോസൊക്കെ നിങ്ങൾക്ക് വളരെ അറിവ് പകരുന്നതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എന്നും രാവിലെ എൻ്റെ മോർണിംഗ് മെസ്സേജ് കിട്ടുന്നതാണ്. ആ മോർണിംഗ് മെസ്സേജ് എന്ത് ചെയ്യണം? നിങ്ങൾ കേൾക്കണം. ഒരു ദിവസം രാവിലെ ഒരു പുതിയ ഉന്മേഷത്തോടു കൂടി, ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി തുടങ്ങാൻ അത് നിങ്ങൾക്ക് സഹായിക്കും. അപ്പോൾ പിന്നെ രാധികാ കവചം 2 ഉണ്ട്. അത് 2ഉം കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. രാധാ സഹസ്രനാമവും രാധാ സഹസ്രനാമത്തിന് തുല്യമായ രാധാ മാനസ തന്ത്രവുമുണ്ട്. അത് 2ഉം അൽബയും കൃഷ്ണപ്രിയയും പാടിയിട്ടിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുക. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ
സ്വാഹാ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് രാധയുടെ പ്രണയം 164ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിനു മുമ്പ് രാധാറാണിയും കൃഷ്ണനും തമ്മിൽ ഹസ്തിനെന്ന കാളക്കൂറ്റനെ മെരുക്കി അതിൻ്റെ പുറത്ത് യാത്ര ചെയ്ത കഥ നിങ്ങളോട് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു വേർഷനാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ അന്ന് എന്താണോ കേട്ടത് അതിൻ്റെ നേരെ വിപരീതമായ ഒരു വേർഷൻ. ഓർമ്മിക്കുക, രാധാറാണിയുടെ കഥകളിൽ നിങ്ങൾക്ക് എപ്പോഴും ഈ വൈരുദ്ധ്യം കാണാം. രാധാറാണിയുടെ കഥകൾ കേൾക്കുമ്പോൾ ഒരിടത്ത് കേട്ടതായിരിക്കില്ല മറ്റൊരിടത്ത്, ഒരാൾ പറയുന്നതായിരിക്കില്ല മറ്റൊരാൾക്ക്. അതാണ് രാധയുടെ പ്രണയത്തിൻ്റെ സൗന്ദര്യം, അതാണ് രാധാറാണിയുടെ കഥകളുടെ സൗന്ദര്യം. നോക്കൂ, കൃഷ്ണനെ കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ ഒറ്റ കാര്യം, അവിടെ ഒരിക്കലും നിങ്ങൾക്ക് വൈരുദ്ധ്യം കാണില്ല. ഇപ്പൊ കൃഷ്ണൻ പറന്നു വീണു, അത് ആ ജയിലിൽ തന്നെയാണ്. അത് ലോകത്ത് ആര് പറഞ്ഞാലും ജയിലിൽ തന്നെയാണ്. പക്ഷേ രാധാറാണി പറന്നു വീണത് എവിടെയെന്ന് ചോദിച്ചാൽ പല പല കഥകളാണ്. അതാണ് അതിൻ്റെ വിഷയം. കൃഷ്ണന്റെ മരണത്തെക്കുറിച്ച് ആർക്കും ഒരു സംശയവുമില്ല. ആ വേടന്റെ അമ്പ് കൊണ്ടാണ് മരിച്ചത്. പക്ഷേ രാധാറാണിയുടെ ഗോലോകപ്രാപ്തിയെക്കുറിച്ച് എത്ര കഥകളാണ്. ആർക്കും പിടികിട്ടാത്ത ഒരു സമസ്യയാണ് രാധാറാണി. രാധ ലോകത്താർക്കും പിടികിട്ടാത്തൊരു സമസ്യ. എന്തിനു പറയുന്നു, കൃഷ്ണന് പോലും പിടികിട്ടാത്ത ഒരു സമസ്യ. കൃഷ്ണന് രാധയെ പിടികിട്ടിയിരുന്നുവെങ്കിൽ ഒരിക്കലും രാധാറാണിയെ വിട്ടിട്ട് മറ്റൊരാളെ കൃഷ്ണൻ കല്യാണം കഴിക്കുകയില്ലായിരുന്നു. അപ്പൊ കൃഷ്ണന് പോലും മനസ്സിലാകാത്ത ഒരു സമസ്യയാണ് ആരെന്ന് പറയുന്നത്, സാക്ഷാൽ രാധാറാണി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓർമ്മിക്കുക, രാധാറാണിയുടെ കഥ പലയിടത്തും പല രീതിയിലാണ് കാണുന്നത്. എൻ്റെ തന്നെ വീഡിയോ അടുക്കിന് കേൾക്കുമ്പോൾ ഒരിടത്ത് പറഞ്ഞതും അതിൻ്റെ അടുത്ത് വരുന്നത് വിപരീതവുമായിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പല പല വേർഷൻസ് ഉണ്ട്. ഇന്ന് നമ്മുടെ ഹസ്തിൻ്റെ കഥകളും അതേ കണക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹസ്തിൻ്റെ കഥ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ കേൾക്കാത്ത ഹസ്തിൻ്റെ കഥ. അപ്പോൾ രാധാറാണിയുടെ എല്ലാ കാര്യങ്ങൾക്കും പല പല അഭിപ്രായങ്ങളാണെന്നുള്ളത് അറിയുക. 10 പേര് രാധാറാണിയുടെ കഥ പറഞ്ഞാൽ 10 രീതിയിൽ പറയാം. ഇനി 100 പേർക്ക് വേണമെങ്കിലും രാധാറാണിയുടെ കഥ 100 രീതിയിൽ പറയാൻ പറ്റും. പക്ഷേ കൃഷ്ണന്റെ കഥ, ശിവന്റെ കഥയൊക്കെ ഒറ്റ രീതിയിലേ ഈ ലോകത്ത് ആർക്കും പറയാൻ പറ്റത്തുള്ളൂ. അവിടെയാണ് രാധാറാണി വ്യത്യസ്തയാകുന്നത്. അപ്പോൾ ഇനി കേൾക്കുക, രാധേ രാധേ. ഉദ്ധവനും ശ്രീതാമാവും ഓടി വരികയാണ്. അവിടെ ഒരു കാര്യം, കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്. നിങ്ങളത് നിശ്ചയമായും കേൾക്കണം, കേൾക്കാതെ പോകരുത്. അതേ കണക്ക് രാധാറാണി എനിക്ക് ദർശനം തന്ന കഥ കഥയല്ല, യഥാർത്ഥ സംഭവം അധികം താമസിയാതെ ഞാൻ നിങ്ങൾക്ക് പകർന്ന് തരുന്നതാണ്. അപ്പം നമുക്ക് വീണ്ടും മടങ്ങി വരാം. അതേ കണക്ക് ജ്യോതിഷം എന്തറിയണമെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി വിളിച്ചാൽ മതി, തികച്ചും സൗജന്യമായിരിക്കും എന്ന് നിങ്ങൾ അറിയുക. അപ്പൊ വീണ്ടും നമുക്ക് വരാം. രാധേ രാധേ, ഇതെവിടെ?
ഉദ്ധവനും ശ്രീരാമാവും കൂടെ പാഞ്ഞു വരികയാണ്. ഈ വിളി കേട്ടുകൊണ്ട് മട്ടുപ്പാവിൽ നിന്നിരുന്ന രാധാറാണി ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ സുധാമാവേ, എന്താ ഉദ്ധവ, നിങ്ങൾ ഇങ്ങനെ പരിഭ്രമിച്ചു വരണമെങ്കിൽ എന്തോ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, എന്താണ് കാര്യം? അപ്പോൾ പറഞ്ഞു, നോക്കൂ രാധേ, നമ്മുടെ കൃഷ്ണൻ. രാധാറാണി പറഞ്ഞു, നമ്മുടെ കൃഷ്ണൻ എന്തു പറ്റി ഉദ്ധവ, വേഗം പറ, അവൻ എന്തെങ്കിലും ആപത്ത് വന്നോ? അപ്പോൾ പറഞ്ഞു, നമ്മുടെ കൃഷ്ണൻ ആപത്ത് സംഭവിക്കാൻ പോവുകയാണ് രാധേ, നമ്മുടെ കൃഷ്ണൻ ആപത്ത് സംഭവിക്കാൻ പോകുന്നു. ഉദ്ധവ, എന്താ കാര്യം, തെളിച്ചു പറ. നോക്കൂ, ഈ ലോകത്താർക്കും മരിക്കാൻ കഴിയാത്ത 10 കയറുകൾ കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുന്ന ഹസ്തിൻ എന്ന കാളക്കൂറ്റനില്ലേ? അപ്പൊ രാധാറാണി പറഞ്ഞു, അതെ, അവൻ ഭീകരനാണ്, അവനെ മെരിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ അവനെ മേയാൻ വിടാതെ അവിടെ തളച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, നോക്കൂ, കൃഷ്ണൻ അവന്റെ പുറത്ത് കയറാൻ പോകുന്നു. രാധാറാണി ഞെട്ടിത്തെറിച്ചു. എന്താ ഈ പറയുന്നത്? ആർക്കും മെരുക്കാൻ കഴിയാത്ത മല്ലന്മാര് പോലും വളരെ പ്രയാസപ്പെട്ടാണ് അവനെ കെട്ടിയിടുന്നത്. അത് 7ഉം 8ഉം മല്ലന്മാര് കൂടിയാണ് ആ കാളക്കൂറ്റനെ കെട്ടിയിടുന്നത്. ആ കാളക്കൂറ്റന്റെ പുറത്ത് കൃഷ്ണൻ കയറാൻ പോകുന്നുവെന്നോ, ഒരു ബാലനായ കൃഷ്ണൻ കയറാൻ പോകുന്നുവെന്നോ? വെറും 14 വയസ്സേ ഉള്ളൂ ഈ കൃഷ്ണന്. അവൻ എന്നിട്ട് ഈ കാളക്കൂറ്റന്റെ പുറത്തോ? എന്താണിത്? ഇത് എന്താ സംഭവിച്ചത് ഉദ്ധവ? അത് വേറൊന്നുമല്ല. ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ബലരാമൻ ജ്യേഷ്ഠനുമായിട്ട് പന്തയം വെച്ചു. ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, ആർക്കും മെരുക്കാൻ പറ്റാത്ത ഒരു കാളക്കൂറ്റൻ ഉണ്ടെന്ന്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ആർക്കും മെരുക്കാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്ത് ആരുമില്ല എന്ന്. അപ്പൊ ബലരാമൻ പറഞ്ഞു, നീ വെറുതെ ഇങ്ങനെ കിടന്ന് വാചകം പറയരുത്, നിനക്കതിൻ്റെ പുറത്ത് കയറാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞു, കയറാൻ പറ്റും. അങ്ങനെ ബലരാമൻ ജ്യേഷ്ഠനുമായി പന്തയം വെച്ചു. ബലരാമൻ ജ്യേഷ്ഠന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ചെയ്യുന്നത്. ഈ ബലരാമൻ ജ്യേഷ്ഠൻ ഇത് എന്തിൻ്റെ കേടാണ്? രാധാറാണിക്ക് കോപവും പരിഭ്രമവും എല്ലാം കൂടെ വന്നു. രാധാറാണി അവിടുന്ന് പാഞ്ഞു വരികയാണ്. പാഞ്ഞു വന്നപ്പോൾ കാണാം, കൃഷ്ണനും ബലരാമനും എല്ലാം അവിടെ നിൽക്കുകയാണ്. രാധാറാണിയുടെ കണ്ണുകൾ കോപം കൊണ്ട് തുടിക്കുകയാണ്. രാധാറാണി കോപത്തോടെ ചോദിച്ചു, കൃഷ്ണ, എന്താണിത് കണ്ണ? നീ എന്താ ഈ കാണിക്കുന്നത്? നിനക്ക് എന്താ പറ്റിയത് കൃഷ്ണ? നിനക്ക് ഞാനൊരു വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. കൃഷ്ണൻ പുഞ്ചിരിയോട് ചോദിച്ചു, എന്താ രാധേ എന്നോ? മിണ്ടിപ്പോകരുത് നീ എൻ്റെ അടുത്ത്. നീ ഈ കാളക്കൂറ്റന്റെ പുറത്ത് കയറാൻ പോവാണ് കൃഷ്ണ? അതാണ് നിന്റെ ഉദ്ദേശം? ഈ കാളക്കൂറ്റന്റെ പുറത്ത് കയറാൻ നിന്നോട് ആരാ പറഞ്ഞത്? അങ്ങനെ നീ തീരുമാനിച്ച സമയത്ത് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? നീ എന്നെ എന്തിനു മാറ്റി നിർത്തി കൃഷ്ണ? നീ അതിന് ഉത്തരം പറയണം എനിക്ക്. വേണ്ടാത്ത പന്തയത്തിന് നീ എന്തിനാ സമ്മതിച്ചത്? നിനക്ക് എന്താ പറ്റിയത്? എന്നിട്ട് രാധാറാണി എന്ത് ചെയ്തു? തൻ്റെ ഇടുപ്പിൽ ഇങ്ങനെ കൈ കൊടുത്ത് നിന്ന് കൃഷ്ണനെ നോക്കിയിട്ട് മുഖം തിരിച്ചു ബലരാമൻ ജ്യേഷ്ഠനെ നോക്കി. ബലരാമൻ ജ്യേഷ്ഠനെ നോക്കിയപ്പോൾ വല്ലാത്ത കോപമാണ് രാധാറാണിക്ക് വന്നത്. ബലരാമൻ ജ്യേഷ്ഠനോട് രാധാറാണി ചോദിച്ചു, കൃഷ്ണന്റെ ജ്യേഷ്ഠ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾ കുറച്ച് മുതിർന്നതല്ലേ? നിങ്ങൾക്ക് കൃഷ്ണനെ കാട്ടിയും പക്വതയില്ലേ? കൃഷ്ണന്റെ ജ്യേഷ്ഠനാണെന്നും പറഞ്ഞ് നടക്കുന്നു. എന്താ നിങ്ങൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഈ ഹസ്തി ആരാണെന്ന് പറഞ്ഞാ നിങ്ങൾ നിൽക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ ഹസ്തിയുടെ പുറത്ത് കയറാൻ കൃഷ്ണന്റെ അടുത്ത് പറഞ്ഞത്? ബലരാമൻ ജ്യേഷ്ഠ, നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അപ്പം ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, ഭ്രാന്ത് പിടിച്ചത് എനിക്കല്ല, ഇവനാണ്. ഞാനൊരു തമാശയ്ക്ക് വേണ്ടി ഇവനോടൊന്ന് പറഞ്ഞതാണ്. ഇവൻ അത് കാര്യമായിട്ടെടുത്തു. ഇപ്പൊ ഇവൻ ഇതിൻ്റെ പുറത്ത് കയറിയിട്ടേ അടങ്ങൂ എന്നും പറഞ്ഞിരിക്കുകയാണ്. രാധാറാണി പറഞ്ഞു, ആനാ കണ്ണ, നോക്കൂ കണ്ണ, ഇങ്ങനത്തെ വിഡിത്ത നീനും മേലാ കാണിച്ചു പോകരുത്. ഇതിനു വേണ്ടി നീ മുതിരരുത്. ബാ, നീ എൻ്റെ കൂടെ വാ കൃഷ്ണ, നീ എൻ്റെ കൂടെ വാ കൃഷ്ണ. രാധാറാണി എന്ന് കൃഷ്ണന്റെ കയ്യിൽ പിടിച്ചു. കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചിട്ട് രാധാറാണിയുടെ അടുത്ത് പറഞ്ഞു, രാധേ, നീ കോപിക്കുമ്പോഴേ എന്തൊരു ഭംഗിയാണെന്നറിയാമോ? ശരിക്കും രാധേ, നിന്റെ ഭംഗി കോപിക്കുന്ന സമയത്ത് നിന്റെ കണ്ണുകൾക്കാണ് രാധേ. ഇത്രയും മനോഹരമായ കണ്ണുകൾ ഞാൻ കണ്ടിട്ടേയില്ല. രാധാറാണി പറഞ്ഞു,
എനിക്ക് കലി വരുന്നുണ്ട്. കൃഷ്ണ, നീ എന്നെ പരിഹസിക്കുകയാണോ? ഒരു കാര്യം ഞാൻ പറയാം, എന്തു വന്നാലും ശരി തന്നെ. ദേ നോക്കൂ, നീ ആ കാളപ്പുറത്ത് കയറില്ല. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ആര് പറഞ്ഞു? ആര് പറഞ്ഞു? രാധേ, എന്തു വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും കൃഷ്ണൻ ഹസ്തിയുടെ പുറത്ത് കയറും. രാധാറാണി പറഞ്ഞു, നീ കയറില്ല കണ്ണാ, കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കാളയുടെ പുറത്ത് കയറണമെന്നുള്ള പിടിവാശി കളകണ്ണ, ഈ പിടിവാശി നിനക്ക് വേണ്ട കണ്ണ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, എനിക്കൊരു പിടിവാശിയുമില്ല രാധേ, പക്ഷേ ഞാൻ അതിൻ്റെ പുറത്ത് കയറിയിരിക്കും. അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, കൃഷ്ണ, ഞാൻ ദാണ്ടെ ആ പന്തയം പിൻവലിച്ചിരിക്കുന്നു, നിന്നെ പന്തയത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു, ഇനി നീ അതിൻ്റെ പുറത്ത് കയറണ്ട. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, വേണ്ട ജ്യേഷ്ഠ, ജ്യേഷ്ഠൻ പരിഭ്രമിക്കണ്ട. ജ്യേഷ്ഠൻ പന്തയം വെച്ചത് കാരണമല്ല ഞാൻ ഇവൻ്റെ പുറത്ത് കയറാനായിട്ട് പോകുന്നത്. എനിക്ക് കയറണമെന്ന് തോന്നി, ഹസ്തിയുടെ പുറത്ത് കയറണമെന്ന് തോന്നി. മെരുങ്ങാത്തതിനെ മെരുക്കുകയാണ് കൃഷ്ണനിഷ്ടം. ദാ കണ്ടില്ലേ, മെരുങ്ങാത്ത ഒരാൾ ഇവിടെ നിൽക്കുന്നത്. ഈ രാധ. അപ്പൊ രാധാറാണി ചുണ്ടൊക്കെ കൂർപ്പിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണ, നിനക്ക് ഒറ്റയാട്ടി ഞാൻ വെച്ച് വന്നാലുണ്ടല്ലോ, ഒരൊറ്റയടി. അപ്പൊ കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അടിക്കൂരാതെ. നിനക്ക് എവിടെ അടിക്കേണ്ട? കൃഷ്ണന്റെ കവിളിലോ? വലത് കവിളിലാണോ ആദ്യം അടിക്കേണ്ടത്, അതോ ഇടത് കവിളിലാണോ അടിക്കേണ്ടത്? രാധ പറഞ്ഞു, നിന്റെ രണ്ട് കവിളത്തും കൂടാണ് എനിക്ക് അടിക്കാനായിട്ട് തോന്നുന്നത്. നീ എന്താ തമാശ എടുക്കുകയാണ്? എന്തു പറഞ്ഞാലും ശരി തന്നെ, നിന്നെ കാളപ്പുറത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞു, സുന്ദരിക്കുട്ടി, ഞാൻ കയറും. അപ്പൊ രാധാറാണി പറഞ്ഞു, ഇല്ല, നിന്നെ ഞാൻ വിട്ടിട്ട് പോവില്ല. അതല്ല കൃഷ്ണ. കൃഷ്ണൻ രാധാറാണിയുടെ മുഖത്തേക്ക് നോക്കി, കൃഷ്ണ, നീ കാളയുടെ പുറത്ത് കയറുകയാണെങ്കിൽ, കാളയുടെ പുറത്ത് കയറി സവാരി ചെയ്യുകയാണെങ്കിൽ ഞാനുമുണ്ടാകും. മരിക്കാൻ നീ തീർച്ചയാക്കിയാൽ ഞാനും നിന്റെ കൂടെ മരിക്കും. ഞാൻ നിന്റെ കൂടെ മരിക്കും കൃഷ്ണ. കൃഷ്ണൻ വളരെ കൗതുകത്തോടു കൂടി നോക്കി രാധേ. എന്നിട്ട് ചുറ്റും നിന്ന ശ്രീരാമാവിനോടും എല്ലാവരോടും പറഞ്ഞു, നോക്കൂ, ഈ പ്രപഞ്ചത്തിൽ ഇവളോളം എന്നെ സ്നേഹിക്കുന്നത് ആരാണുള്ളത്? ശ്രീരാമാവേ. അതേ കണക്ക് തന്നെ ഉദ്ധവ, ബലരാമൻ ജ്യേഷ്ഠ, ഞാൻ ഇതിൻ്റെ പുറത്ത് കയറാൻ പോയപ്പോൾ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു ഞാനും കൂടെ ഇതിൻ്റെ പുറത്ത് കയറുമെന്ന്? ഇല്ല. പക്ഷേ രാധ അവള് പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ കയറാമെന്നാണ് അവള് പറയുന്നത്. അങ്ങനെയുള്ളതാണ് രാധ. അതാണ് യഥാർത്ഥ സ്നേഹം. സുന്ദരിക്കുട്ടി, നിന്റെ സ്നേഹം എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഈ സുന്ദരിക്ക് ഒരു ചെറിയ പോറൽ പോലും ഏക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ടി മരിക്കാൻ നിൽക്കുന്ന ആർക്കും ഒന്നും സംഭവിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് നിന്റെ കൂടെ ഇപ്പൊ സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പൊ രാധാറാണി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ മരണശേഷം മതി നിന്റെ സവാരി. എൻ്റെ മരണശേഷം മതി, ഞാൻ മരിച്ചിട്ട് നീ സവാരി ചെയ്തുള്ളൂ. രാധാറാണിയുടെ ചുണ്ടുകളൊക്കെ വിറച്ചു, കണ്ണുകളൊക്കെ ഇങ്ങനെ പകുതി അടഞ്ഞു. കൃഷ്ണൻ രാധാറാണിയെ നോക്കി. രാധയ്ക്ക് വേണ്ടി, ഇത്രയും സ്നേഹമുള്ള രാധയ്ക്ക് വേണ്ടി തന്നെ ആരാണിങ്ങനെ സ്നേഹിക്കുന്നത്? ഈ നിൽക്കുന്ന ബലരാമൻ ജ്യേഷ്ഠനും സുധാമാവും ഉദ്ധവനുമൊക്കെ ഓടിപ്പോയി രാധയെ കൊണ്ടുവരികയാ. ആരും പറഞ്ഞില്ല എന്നോടൊപ്പം വരാമെന്ന്. പക്ഷെ ഇവൾ പറയുന്നു കൃഷ്ണന് 14 വയസ്സും ആ സമയത്ത് രാധാറാണിക്ക് 19 വയസ്സുമാണ് പ്രായമുള്ളത്. അപ്പോൾ അവള് പറയുകയാണ്, അവൾ എൻ്റെ കൂടെ മരിക്കാൻ വേണ്ടി വരാമെന്ന്. ഈ പെണ്ണിനെ കിട്ടുന്നവനോളം ഭാഗ്യം ഈ ലോകത്ത് ആർക്കാണുള്ളത്? അപ്പൊ കൃഷ്ണൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, രാധേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നീ കണ്ണൻ്റെ രാധയാണ്. കണ്ണൻ്റെ മാത്രം രാധയാണ്. നിന്റെ ശരീരത്ത് ഒരു കുഞ്ഞു പോറൽ വരാൻ കൃഷ്ണൻ അനുവദിക്കില്ല.
ഒരു പുല്ലിന്റെ മുന കൊണ്ട് പോലും നിന്റെ ശരീരത്തൊരു പോറലുണ്ടാകാൻ ഈ കണ്ണൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് രാധാറാണി എന്ത് ചെയ്തു എന്നറിയാമോ? കൃഷ്ണന്റെ ഓടക്കുഴൽ ചാടി കൈക്കലാക്കിയിട്ട് അതിമനോഹരമായി വായിക്കാൻ തുടങ്ങി, അതിസുന്ദരമായി വായിക്കാൻ തുടങ്ങി. ആ ഓടക്കുഴൽ വായന കേട്ട് പ്രപഞ്ചം ധരിച്ചു നിന്നു. ബലരാമൻ ജ്യേഷ്ഠൻ അമ്പരന്ന് നിൽക്കുകയാണ്. ശ്രീതാമാവും സുധാമാവും ഒക്കെ കണ്ണുകൾ പകുതി അടഞ്ഞു. ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും ആ ഓടക്കുഴൽ വായനയിൽ ലയിച്ചു നിൽക്കുന്നു. സിംഹങ്ങളാകട്ടെ അവര് ആ സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റ് ഈ ഗാനം എവിടെ, ഈ ഗാനം എവിടെ, ആ ഗാനത്തിന്റെ ഉറവിടം തേടി അവരറിയാതെ നടക്കാൻ തുടങ്ങി. സിംഹത്തിന്റെ എല്ലാ ക്രൗര്യവും പോയി, പുലിയുടെ എല്ലാ ക്രൗര്യവും പോയി. ഈ ഓടക്കുഴൽ വായന കേട്ട് നടന്നു വരുന്ന സിംഹത്തിന്റെ മുന്നിലൂടെ മുയല് പോയിട്ടും സിംഹം അതിനെ ഉപദ്രവിക്കുന്നില്ല. ആ വായനയിൽ ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും ശാന്തമാകുകയാണ്. ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളുടെയും ക്രൗര്യമില്ലാതാവുകയാണ്. കൃഷ്ണൻ അമ്പരന്ന് നോക്കുകയാണ്. അതേ, ഈ ഓടക്കുഴൽ വിളി, ഈ ഓടക്കുഴൽ വിളി, ഈ നാദം, ഇങ്ങനെ ഒരു നാദം താൻ ഇന്നുവരെ കേട്ടിട്ടില്ല. ഗോലോകത്തിന്റെ റാണിയായിരുന്ന സാക്ഷാൽ ശ്രീ രാധാ മഹാദേവി ഭൂമിയിൽ അവതരിച്ച് 19ാമത്തെ വർഷം വായിക്കുന്ന അതിമധുരമായ ശ്രുതിമധുരമായ ഇന്നുവരെ ഈ ഭൂമിയിൽ ആരും കേട്ടിട്ടില്ലാത്ത, ദേവന്മാര് പോലും ദേവലോകത്ത് കേട്ടിട്ടില്ലാത്ത സകല ജന്തുക്കളുടെയും ക്രൗര്യത്തെ ഇല്ലാതാക്കുന്ന നാദം, 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 അതിമനോഹരമായ നാദം കേൾക്കാൻ ദേവലോകത്ത് സകല ദേവന്മാരും അണിനിരന്നു. ശിവനും പാർവതിയും കൈലാസം വിട്ടിറങ്ങി വന്നു. എന്തൊരു മനോഹാരിതയാണ് ഈ ഗാനത്തിന്, എന്തൊരു മനോഹാരിതയാണ് ഈ ഗാനത്തിന്. കൃഷ്ണന്റെ ഓടക്കുഴൽ വായനയുമായി ഇതിനെ താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. സകലരും നിശ്ചലരായി നിൽക്കുകയാണ്. ഹസ്തിയും മതിമറന്ന് നിൽക്കുകയാണ്. ഹസ്തിയും മതിമറന്നിങ്ങനെ നിൽക്കുകയാണ്. ആ നിൽപ്പിൽ സർവചരാചരങ്ങളും ലയിച്ചു നിൽക്കുന്ന ആ നിമിഷം, ആ ഒരു നിമിഷം ഒറ്റ കുതിപ്പ്, രാധാറാണി ആ ഒരൊറ്റ കുതിപ്പിൽ ഹസ്തിയുടെ പുറത്ത് കയറി. പെട്ടെന്ന് ഹസ്തി ഒന്ന് കുലുങ്ങിയതും രാധാറാണി ഓടക്കുഴലെടുത്ത് വായിച്ചു. കൃഷ്ണന് തടയാൻ കഴിയുന്നതിന് മുമ്പ്, കൃഷ്ണൻ എന്തെങ്കിലും തടയാൻ ചെയ്യുന്നതിന് മുമ്പ് രാധാറാണി ഹസ്തിയുടെ പുറത്തിരിക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഓടക്കുഴൽ വായിച്ചു. വായിച്ചിട്ട് രാധാറാണി പുറകോട്ടേക്ക് നീങ്ങിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, കണ്ണാ, ഹസ്തി ഇപ്പൊ ശാന്തനാണ്, ഹസ്തി ഇപ്പോൾ ശാന്തനാണ്. നീ കയറ്. നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ആദ്യം കയറിയത് അവൻ എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, എനിക്ക് നീയാണ് വലുത്. കേറ് കൃഷ്ണ, അവനിപ്പോൾ ശാന്തനാണ്. അപ്പൊ ഹസ്തി വീണ്ടും ഒന്ന് നോക്കി. അപ്പോൾ ഉടനെ രാധാറാണി ഓടക്കുഴലെടുത്ത് വെച്ച് വായിച്ചു. കൃഷ്ണൻ സമയം പാഴാക്കിയില്ല. ഒരൊറ്റ കുതിപ്പിന് കൃഷ്ണൻ ഹസ്തിയുടെ പുറത്ത് കയറി. ഇപ്പൊ കൃഷ്ണൻ മുമ്പിലും രാധാറാണി പുറവിലുമാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധേ, നീ ആ ഓടക്കുഴൽ വായിച്ചുകൊണ്ടേയിരിക്ക്. കൃഷ്ണന് മൃഗങ്ങളുടെ ഭാഷ അറിയാം. കൃഷ്ണൻ ഹസ്തിയിലെടുത്ത് പറഞ്ഞു, പതുക്കെ നടക്കൂ ഹസ്തി. ഹസ്തി പതുക്കെ നടക്കാൻ തുടങ്ങി. ആ കാഴ്ച കണ്ട് ബലരാമൻ ജ്യേഷ്ഠനും ശ്രീതാമാവും ഉദ്ധവനുമൊക്കെ അമ്പരന്ന് നിൽക്കുകയാണ്. നേരം പരപരാ വെളുത്തു വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ സംഭവിച്ചത് ഒരു അർദ്ധരാത്രിയാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, പതുക്കെ ഓടൂ ഹസ്തി അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ ഓടി. ആ സമയത്ത് രാധാറാണി കൃഷ്ണനെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കി കൃഷ്ണനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് രാധാറാണി ഉച്ചത്തിൽ വിളിച്ചു, ഏയ് കറുമ്പ. അപ്പൊ കൃഷ്ണൻ അവിടെ ഇരുന്നുകൊണ്ട് രണ്ട് കൈയും ഉയർത്തിയിട്ട് വിളിച്ചു, രാധേ. കണ്ണന്റെ മാത്രം രാധേ. എന്റെ മാത്രം കറുമ്പ.
താളത്തിനൊത്തവണ്ണം രസിച്ച് രസിച്ച് തലയും കുലുക്കി ഹസ്തി വെളിം പ്രദേശത്തിലൂടെ ഓടി. ആ കാഴ്ച കണ്ട് നേരം പുലരവേ വെള്ളമെടുക്കാനും മറ്റും പുറത്തിറങ്ങിയവർ അമ്പരം നിന്നു. അങ്ങനെ ഓടി 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 ഹസ്തി ക്ഷീണിച്ചു, ഒരു പുൽമേടിൽ വന്ന് നിന്നു. അപ്പൊ രാധാറാണി ചാടിയിറങ്ങി, കൃഷ്ണന് കൈ കൊടുത്തു. കൃഷ്ണനും ചാടിയിറങ്ങി. ഹസ്തി അവിടെ നിന്ന് പുല്ല് തിന്നാൻ തുടങ്ങി. രാധാറാണിയുടെ മുഖം കൃഷ്ണൻ തൻ്റെ കൈകളിൽ എടുത്തിട്ട് പറഞ്ഞു, രാധേ രാധേ, കൃഷ്ണന് വേണ്ടി മരിക്കാൻ ഈ പ്രപഞ്ചത്തിൽ നീ മാത്രമേ കാണൂ, നീ മാത്രമേ കാണൂ. ഭാവിയിൽ കൃഷ്ണനെ പ്രണയിക്കാൻ ഒരുപാട് പേര് കാണും, കൃഷ്ണനെ പ്രണയിക്കാൻ ഒരുപാട് പേര് കാണും. കൃഷ്ണനെ ഭഗവാനെ എന്ന് വിളിക്കാൻ ആളുകൾ കാണാം, കൃഷ്ണനെ സ്നേഹിക്കാൻ ആളുകൾ കാണാം. പക്ഷേ കൃഷ്ണന് വേണ്ടി മരിക്കാൻ നീ മാത്രമേ കാണൂ, നീ മാത്രമേ കാണൂ. പെട്ടെന്ന് രാധാറാണിയെ തൻ്റെ നെഞ്ചിലേക്ക് കോരിയിട്ടു കൃഷ്ണൻ. എന്നിട്ട് പ്രണയം കൊണ്ട് വരിഞ്ഞു മുറുക്കി. അതെ, കാണുന്നവർക്ക് കൈകളാണെന്ന് തോന്നും, പക്ഷേ കൈകളല്ല, പ്രണയം കൊണ്ട് വരിഞ്ഞു മുറുക്കി തുരുതുര ചുംബിച്ചു. രാധാറാണിയുടെ നെറ്റിയിലും കണ്ണിലും കവിളിലുമൊക്കെ കൃഷ്ണൻ തുരുതുര ചുംബിച്ചിട്ട് പറഞ്ഞു, നോക്കൂ രാധേ, ഞാൻ ഭാവിയിൽ ആരാകുമെന്ന് എനിക്ക് പോലും അറിയാൻ പറ്റുന്നില്ല. ഞാൻ എന്തൊക്കെയോ ആകുമെന്ന് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നു. നോക്കൂ രാധേ, ചിലപ്പോൾ എന്നെ ആൾക്കാർ വാഴ്ത്താം, ചിലപ്പോൾ എന്നെ ഭഗവാൻ എന്ന് വിളിക്കും ചിലപ്പോൾ ആൾക്കാർ. എനിക്ക് അങ്ങനെയാണ് ഇപ്പോൾ ഒരു വെളിപാട് പോലെ തോന്നുന്നത്. ചിലപ്പോൾ കോടിക്കണക്കിന് ആളുകൾ എന്നെ പ്രണയിച്ചെന്നിരിക്കും. പക്ഷെ അതിൽ ഒരാൾ പോലും കൃഷ്ണന് വേണ്ടി മരിക്കാൻ തയ്യാറാകില്ല. നീ മാത്രം രാധേ, നിന്റെ നാമം എന്നും കണ്ണന്റെ നാമത്തോടൊപ്പം ചേർത്ത് വായിക്കപ്പെടും. എന്നും കണ്ണനേക്കാൾ ഒരുപടി മുന്നിലായിരിക്കും നീ രാധേ. ഒരിക്കൽ കൂടി നീ ആ രാഗം വായിക്കൂ. രാധാറാണി വീണ്ടും ഓടക്കുഴലെടുത്ത് ആ നാദം വായിച്ചു. ആ നാദം വായിച്ചപ്പോഴേക്കും ഹസ്തി വീണ്ടും തല ഉയർത്തി നോക്കി. തൊട്ട് മുമ്പിലെ കാഴ്ച കണ്ട് എല്ലാവരും അമ്പരന്നു. ആ വനത്തിലെ സർവ്വ ജീവജാലങ്ങളുമുണ്ട്. സിംഹം, പുലി, കടുവ, ആന, മുയല്, മാൻപേട, പക്ഷികള്, മയിലുകള് എല്ലാവരും അവിടെ വന്ന് നിൽക്കുന്നു. ആരുടെയും മുഖത്ത് ക്രൗര്യമില്ല. ആ സമയത്ത് കൃഷ്ണനും രാധാറാണിയും എഴുന്നേറ്റു. രാധാറാണി ചെന്നു സിംഹത്തിന്റെ നെറ്റിയിൽ തലോടി, പുലിയുടെ നെറ്റിയിൽ തലോടി, മുയൽക്കുട്ടിയെ എടുത്ത് നെഞ്ചോട് ചേർത്തു, മയിലിനെ ആലിംഗനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇനി എല്ലാവരും തിരിച്ചു പോകൂ. ഒരമ്മയുടെ ആജ്ഞ കേട്ട മക്കളെ പോലെ എല്ലാവരും തിരിച്ചുപോയി. കൃഷ്ണനും രാധയും ഹസ്തിയും കൂടെ വീണ്ടും വൃന്ദാവനത്തിലേക്ക് നടക്കുകയാണ്. മൂന്ന് ആത്മസുഹൃത്തുക്കൾ. അതെ, കൃഷ്ണന് വേണ്ടി മരിക്കാൻ തയ്യാറായ പ്രപഞ്ചത്തിലെ ഒരേ ഒരു നാമം. നോക്കൂ, നിങ്ങളൊക്കെ കൃഷ്ണനെ പ്രണയിക്കും, സ്നേഹിക്കും, ആരാധിക്കും, പക്ഷെ മരിക്കില്ല. കൃഷ്ണന് വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരേ ഒരു നാമം, രാധ. രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം ബ്രം രാസേശ്വരി രാധികായേ സ്വാഹാം.